ഹലോ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഫ്ലവർ മേക്കിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ ബഡ്സും അതുപോലെ സ്റ്റെമ്മൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ അതെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ 3 വീഡിയോയുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നമ്മൾ കോമ്പസിൽ പെൻസിലൊക്കെ സെറ്റ് ചെയ്തു. ഇനി ഒരു 1.25 സെൻറ്റിമീറ്ററിൽ നമ്മൾ ആ കോമ്പസ് ഒന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് പിടിക്കുക. ഒരു 1.25 സെൻറ്റിമീറ്റർ. കാരണം നമുക്ക് വേണ്ടത് 3.5 ഇഞ്ച് വിട്ടിലാണ് നമ്മുടെ റൗണ്ട് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 1.25 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ റൗണ്ട് എടുക്കുന്നത്. അതായത് 3.5 ഇഞ്ച് അല്ല കേട്ടോ, 3.5 സെൻറ്റിമീറ്ററിലുള്ള റൗണ്ടാണ് നമുക്ക് വേണ്ടത് ഫ്ലവർ മേക്കിങ്. അപ്പോൾ ഇതുപോലെ ഒന്ന് കോമ്പസിലെടുത്തിട്ട് 1.25 സെൻറ്റിമീറ്റർ എടുത്തിട്ട് നമ്മളൊന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു മെത്തേഡാണ് നമ്മുടെ ഈ ഒരു റൗണ്ട് വരച്ചിട്ടുള്ളത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ആ സെൻറ്റർ പോയിന്റിൽ നിന്ന് നമ്മളിതാ ഇതുപോലെ വരച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കരുത്, അതുപോലെ സെൻറ്ററിലേക്ക് വരച്ചു. ഇനി ഏകദേശം ഒരു ഈക്വൽ പാർട്സ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒരു 4 വര എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് സെൻറ്റർ ക്രോസ് ചെയ്തിട്ട് രണ്ട് സൈഡിലേക്ക് വരച്ചാൽ പോരെയെന്ന്. നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റും അതുപോലെ തന്നെ അതിനെ ക്രോസ് ചെയ്തിട്ടുള്ള വരയും പോരെയെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ വരച്ചാൽ നമ്മുടെ ഫ്ലവർ നമുക്ക് 5 പെറ്റൽസ് കിട്ടില്ല. അപ്പോൾ അതിന് നിങ്ങൾ ഈ രീതിയിൽ തന്നെ വരച്ചു കൊടുക്കണം. ഇനി അതിൻ്റെ ആ ഒരു സെൻറ്റർ പോയിൻറ്റിൻ്റെ അവിടെ ഒരു ചെറിയൊരു റൗണ്ട് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ പെറ്റൽസ് ഒന്ന് വരച്ചു കൊടുക്കാം. നമ്മളിതുപോലെ കൈ വെച്ചിട്ടാണ് കേട്ടോ വരയ്ക്കുന്നത്. നമ്മൾ ആദ്യം ആ ഒരു വരയമേ ടച്ച് ചെയ്ത് ഒരു സ്ഥലത്ത് ടച്ച് ചെയ്യുന്ന രീതിയിൽ വരച്ചു. പക്ഷേ ഓപ്പോസിറ്റ് സൈഡ് ടച്ച് ചെയ്യരുത്, അല്ലെങ്കിൽ നമുക്ക് 4 പെറ്റൽസേ കിട്ടുള്ളൂ. ഇതാ ഇതുപോലെ നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് തന്നെ വരച്ചെടുക്കുക കേട്ടോ. ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാനേ പറ്റുള്ളൂ കേട്ടോ. അതായത് ഈ ഒരു രീതിയിൽ തന്നെ വരയ്ക്കണം. നമ്മൾ ഫസ്റ്റ് വരച്ചപ്പോൾ നമ്മുടെ ആ ഒരു വര പെറ്റലിൻ്റെ ഉള്ളിൽ വന്നില്ല. രണ്ടാമത്തേൽ വന്നപ്പോൾ ചെറുതായിട്ട് വന്നു, അതുപോലെ തന്നെ മൂന്നാമത്തേലും വന്നു. ഇപ്പോൾ 4-മത്തേൽ സെൻറ്ററിൽ കൂടെ വന്നു കണ്ടോ. അടുത്തേൽ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ നമുക്ക് 5 പെറ്റൽസിൻ്റെ കിട്ടും. അപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ സൈസ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു 3.5 വിഡ്ത്ത് വരാൻ വേണ്ടി നമ്മളൊരു 1.25 ഇഞ്ചിൽ റൗണ്ട് എടുത്തത് എങ്കിലേ നമ്മുടെ ഫ്ലവർ കറക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമ്മളിതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ സ്പീഡ് ഇട്ട് കൊടുത്ത് നമ്മൾ ബഡ്സൊക്കെ ചെയ്ത സമയത്ത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ കറക്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സ്പീഡിൽ കട്ട് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മെത്തേഡിൽ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ മൂന്നാമത് നമ്മൾ ഒരെണ്ണം ചെയ്യുന്നത് നമ്മൾ അടുത്ത തിങ്കളാഴ്ചയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അത് വളരെ ഈസിയാണ്. നമ്മുടെ മെഷീൻ വെച്ച് കട്ട് ചെയ്യുന്ന അതേ പെർഫെക്ഷനിൽ നമുക്ക് കിട്ടും. അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കേണ്ട. നമ്മുടെ തിങ്കളാഴ്ചയാണ് കേട്ടോ ആ വീഡിയോ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ സ്ക്വയർ വരച്ച് കട്ട് ചെയ്തെടുക്കുന്നതാണ്. നമ്മളിവിടെ 5 സെൻറ്റിമീറ്ററാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് 5 എടുത്തത്. നിങ്ങളൊരു 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് 5 സെൻറ്റിമീറ്റർ എടുത്തത്. കാരണം 4 എടുത്ത് കഴിഞ്ഞാൽ വളരെ ചെറുതായി പോകും. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് ചെയ്യുന്നതൊന്നും മനസ്സിലാവില്ല. അപ്പോൾ 5 നമ്മൾ നീളവും വീതിയും അളന്ന് കറക്റ്റ് അളന്നെടുത്തിട്ട് ഇതുപോലൊരു സ്ക്വയർ വരച്ചെടുക്കുക. അതുപോലെ വരച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് ഈസി ആയിട്ട് തോന്നുന്നത് ആ ഒരു രീതിയിൽ ചെയ്യാം. പിന്നെ ഇത് മെഷീൻ വെച്ചിട്ടൊക്കെ ചെയ്യാം. മെഷീനൊക്കെ യൂസ് ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഓർഡറൊക്കെ കിട്ടുമ്പോൾ മാത്രമേ നമ്മളത് ചെയ്യേണ്ട കാര്യമുള്ളൂ. കാരണം കോസ്റ്റ്ലിയാണ്, നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും തുടക്കത്തിലൊക്കെ. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുത്തതിന് ഇതുപോലെ സെൻറ്റർ ഒന്ന് മടക്കി 2 അറ്റവും ഒരേപോലെ വരുന്ന രീതിയിൽ സെൻറ്റർ ഒന്ന് മടക്കി കൊടുത്തു. ഇനി ഇതിൻ്റെ 2 കോർണർ നമ്മൾ മടക്കി കൊടുക്കണം. ആദ്യം നമ്മൾ ഈ ഒരു രീതിയിൽ മടക്കി ഒരു കോർണർ നമ്മൾ മടക്കി കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പ്രസ് ചെയ്ത് അവിടെ ആ ഒരു മാർക്കിങ് വരുന്ന രീതിയിൽ കണ്ട് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഓപ്പൺ സൈഡ് വരുന്ന ഭാഗം അതേപോലെ തന്നെ നമ്മളിതാ മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ മടക്കി അവിടെയും നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു മടക്കിൻ്റെ ആ ഒരു ഇംപ്രഷൻ അവിടെ കിട്ടണം. ഇനി അതിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, നമ്മൾ തിരിച്ചു വെച്ചിട്ട് മാർക്ക് ചെയ്തോളൂ. കാരണം നമ്മൾ ക്ലോസിങ് സൈഡാണ് നമ്മൾ മടക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഭാഗം വരുന്ന രീതിയിൽ നിങ്ങൾ മടക്കി എടുത്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ സെൻറ്റർ മടക്കി അവിടേക്ക് ക്ലോസ് ചെയ്ത് വരുന്ന ഭാഗത്തിന് നമ്മൾ ഇതുപോലെ കൊണ്ടുവന്ന് അതിൻ്റെ ആ ഒരു മൂല കൊണ്ടുവന്ന് മുട്ടിച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനെ തിരിച്ച് ഈ ഒരു സൈഡിലേക്ക് മടക്കി കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് മനസ്സിലാവണില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ബാക്ക് അടിച്ച് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ തിരിച്ച് മടക്കി ഇനി അതിനെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കി കൊടുക്കുക. കണ്ടോ, ഇതേ രീതിയിൽ ഒക്കെ കറക്റ്റായിരിക്കണം കേട്ടോ. നമ്മുടെ 2 സൈഡും ഒരേപോലെയാണ്. വീണ്ടും അതിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഓപ്പോസിറ്റായിട്ട് വീണ്ടും ഒന്നും കൂടി മടക്കുക. അപ്പോൾ അറ്റഭാഗമൊക്കെ ഒരേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളത് വീണ്ടും ശരിയാക്കി കൊടുക്കുക. എല്ലാ സൈഡും ഒരേപോലെ വരുന്ന രീതിയിൽ അതുപോലെ കൊടുക്കുക. ഇനി നമ്മുടെ ഇതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ 3 കട്ടിങ് വരുന്ന പോലെ നിൽക്കുന്നുണ്ടോ, അതിലെ ഏറ്റവും അറ്റത്തുള്ള കട്ടിങ് നമ്മളിതുപോലെ കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്കവിടെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ വരച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം അങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ വരച്ചു കൊടുക്കണം. ഈ ഒരു രീതിയിൽ അവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഒരു ഷേപ്പ് വരുന്ന രീതിയിൽ അടിയിലേക്ക് വരച്ചു കൊടുക്കുക.
ഇതിങ്ങനെയാണ് വരുന്നത്. നമ്മുടെ കട്ട് ചെയ്ത ഭാഗത്ത് ഒരു ഷേപ്പ് വരണം. ആ രീതിയിൽ നമ്മളിത് ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വരച്ച ആ ഒരു വരയിലൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോഴും കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. ഒരുപാട് താഴത്തേക്ക് നമ്മൾ വരച്ചു കൊടുക്കരുത്, അപ്പോൾ അവിടെ അടിയിലേക്ക് കട്ടിങ് പോവും. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ ഇതിൽ വരച്ചതിൽ എനിക്ക് കുറച്ച് താഴ്ന്നു പോയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എന്താ ബുദ്ധിമുട്ട് വരിക എന്നുള്ളത്. ഇനി നമ്മളിതിനെ നിർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ നിർത്തി കൊടുക്കുമ്പോൾ എൻ്റെ ഒരു പെറ്റൽ മാത്രം അവിടെ വിടർന്ന് വന്നില്ല. അത് ഞാൻ ആ വരച്ചത് കുറച്ചൊക്കെ താഴേക്ക് ഇറങ്ങിപ്പോയത് കൊണ്ടാണ്. അപ്പോൾ അത്രയും താഴേക്ക് നിങ്ങൾ ഇടണ്ട കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു പെറ്റൽ വരുന്നത്. നമ്മൾ ആ ഒരു സൈഡ് ഭാഗം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആ ഒരു ഷേപ്പ് കറക്റ്റ് വരണം, അല്ലെങ്കിൽ അതിൻ്റെ അറ്റം നമുക്ക് മാറും. അപ്പോൾ ഇവിടെ ഞാൻ 3 ഫ്ലവർ കാണിക്കുന്നത്. ഇത് 5 സെൻറ്റിമീറ്ററിൽ നമ്മൾ കട്ട് ചെയ്തും അതിൻ്റെ തന്നെ 4 സെൻറ്റിമീറ്ററിൽ ചെയ്തതാണ്. ഇത് നമ്മൾ ഫസ്റ്റിൽ ചെയ്ത മെത്തേഡ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ഈ 2 രീതിയിലും ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് ഫോം ഷീറ്റിലേക്ക് ഇതുപോലെ വച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതും ഞാൻ ബഡ്സ് ചെയ്യുന്ന സമയത്ത് ഫോം ഷീറ്റിൽ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഫോം ഷീറ്റിലേക്ക് വയ്ക്കുക, നമ്മുടെ ടൂത്ത് പിക്ക് വെച്ചിട്ട് നമ്മളിതുപോലെ ഒന്ന് ആ ഒരു ഔട്ട്ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരുപാട് പ്രസ് ചെയ്ത് മാർക്ക് ചെയ്യരുത്, ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോമർ ഷീറ്റ് കീറും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ജസ്റ്റ് ആ ഒരു ഇംപ്രഷൻ കിട്ടുന്ന രീതിയിൽ വരയ്ക്കുക. ഇനി നമ്മളിത് അടുത്ത ഷീറ്റും കൂടി വരച്ച് രണ്ടും കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഔട്ട് ലൈനിലൂടെ മാത്രമേ കട്ട് ചെയ്ത് പോകാവൂ, കയറിയൊന്നും പോകരുത്. അതുപോലെ ആ ഒരു കോർണർ സൈഡൊക്കെ വരുന്നത് നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്യുക, എങ്കിലാണ് നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് എക്സാക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ദേ നമ്മൾ ഇതും നമ്മുടെ ആ ഒരു ബഡ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതേ നമ്മൾ രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മെഷീൻ പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത്, ഒരു മെഷീൻ വരുന്നത്. അപ്പോൾ ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്, പല ഷോപ്പിലും പല റേറ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിന് കറക്റ്റ് പറയുന്നില്ല, ഒരു 700 എബോ എന്തായാലും ഇതിന് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഇടയിലുള്ള ഗ്യാപ്പിലാണ് നമ്മുടെ ഷീറ്റ് വെക്കുക നമ്മൾ. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ആ ഒരു ഗ്യാപ്പിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി നമ്മളിതേ കണ്ടോ, 2 സൈഡും കറക്റ്റ് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങൾ നീക്കിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഷീറ്റ് നീങ്ങിപ്പോവും. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നമ്മുടെ ഷീറ്റ് കിട്ടും. കണ്ടോ, ഞാൻ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്ന 3ാമത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഒരു കട്ടിങ്ങാണ് കാണിക്കുന്നത്. ഇതുപോലെയാണ് അത് കിട്ടുക. അത് കുറച്ചും കൂടി നമ്മുടെ ആ ഒരു ഷീറ്റിൻ്റെ പെർഫെക്ഷനിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ അടുത്ത തിങ്കളാഴ്ചത്തെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആരും മിസ്സാക്കണ്ട. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലവർ ഇതുപോലെ അയൺ ബോക്സ് ഒന്ന് ചൂടാക്കിയിട്ട് അതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ജസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ തള്ളും. ആ സമയത്ത് നമുക്കതിനെ തട്ടി താഴേക്കിടാം. അതുപോലെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാ ഫ്ലവറും നമ്മൾ ചെയ്ത ഫ്ലവറൊക്കെ ഒന്ന് ഇതുപോലെ ഹീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ മേക്ക് ചെയ്യുക കേട്ടോ. ജസ്റ്റ് ചൂടാവുക, ഒരുപാട് നേരമൊന്നും അത് അയൺ ബോക്സിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മളിത് ഒട്ടിച്ചെടുക്കാൻ പോവുകയാണ്. ഒരു ഫ്ലവർ എടുക്കുക, ജസ്റ്റ് ഇതുപോലെ കൂട്ടി പിടിക്കുക. അതിന് ശേഷം നമ്മുടെ ബാക്കിൽ നമ്മുടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് നമ്മുടെ സ്റ്റെം ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ നമ്മുടെ സിംഗിൾ ലെയർ, അതായത് 5 പെറ്റലിൻ്റെ ജാസ്മിൻ ഫ്ലവർ നമുക്കിവിടെ കിട്ടും. ഒറ്റ ലെയറിലാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. നമ്മുടെ ഗ്ലൂ ഗൺ ആയതുകൊണ്ട് പെട്ടെന്ന് ഒട്ടും. ഇനി B7000 ഗ്ലൂ ആണെങ്കിൽ കുറച്ച് ടൈം ആ ഒരു സ്റ്റെം വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഒട്ടും. ഇനി 2 ലെയറിൽ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എടുത്ത പോലെ തന്നെ എടുക്കുക. അതിനുശേഷം ബാക്കിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അടുത്ത പെറ്റൽ എടുക്കുക, അതിനത് ആ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ എല്ലാ പെറ്റൽസും നമ്മുടെ ഫസ്റ്റ് ഫ്ലവറുമ്മയ്ക്ക് ഒട്ടുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഗ്ലൂ ഗൺ ആയതുകൊണ്ട് ഒരുപാട് ഗ്ലൂ വെച്ച് കൊടുത്താൽ അത് പുറത്തേക്ക് ബൾജ് ചെയ്ത് വരും കേട്ടോ. അതില്ലാതെ ശ്രദ്ധിക്കുക. ഇനി നമ്മളിതിനെ ഒട്ടിച്ചിട്ട് പെറ്റൽസിൻ്റെ രണ്ടാമത് വെച്ച പെറ്റൽസിൻ്റെ സൈഡ് ഒട്ടാത്ത ഭാഗം ഉണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ആ ഒരു കോർണറിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. 2 സൈഡും നോക്കുക കേട്ടോ. 2 പെറ്റൽ നോക്കുക ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത്. അതിതുപോലെ ഒട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഉള്ളിലെ ഭാഗത്ത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതങ്ങനെയോട് വിടർന്നു പോവില്ല. അപ്പോൾ അത് ഇങ്ങനെയാണ് നമ്മൾ ഡബിൾ ലെയറിൽ പെറ്റൽ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിന് നമ്മളിതാ ബാക്കിൽ ഇതുപോലെ ജസ്റ്റ് ഗ്ലൂ വെച്ചിട്ട് അതിനും സ്റ്റെം ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ 10 പെറ്റൽസിൻ്റെ സ്ട്രിങ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ്, അതായത് 2 പെറ്റൽ നമ്മൾ കൂട്ടി ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ സിംഗിൾ പെറ്റലും ഡബിൾ ലെയറും വരുന്നത് കേട്ടോ. സിംഗിൾ ലെയറിൽ വരുമ്പോൾ നമ്മൾ ഒറ്റ പെറ്റൽ മാത്രമേ വെച്ച് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ രണ്ടാമത് ഒരു വട്ടം കൂടി കാണിച്ചു തരാം ഡബിൾ ലെയർ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ കൂട്ടി പിടിക്കണം കേട്ടോ. അതിനെ ഫസ്റ്റിൽ എടുക്കുന്നത് നന്നായിട്ട് കൂട്ടി പിടിക്കുക, ബാക്കിൽ നമ്മുടെ ഗ്ലൂ വയ്ക്കുക. അതിനതാ ഈ ഒരു അടുത്ത ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഗ്ലൂ അങ്ങോട്ട് പരക്കും എല്ലാ പെറ്റലും വയ്ക്കുക. അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോവാം. നേരത്തെ പറഞ്ഞ പോലെ ഇനി ഏതെങ്കിലും പെറ്റലുമേ ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് എടുത്ത് 2 എണ്ണമൊക്കെ ചെയ്ത് കൊടുത്താൽ മതി ഓപ്പോസിറ്റ് വരുന്നത്. ബാക്കി വരുന്നതുമ്പോഴേക്കും അത് ടച്ചായി പൊക്കോളും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഗ്ലൂ ഗൺ എടുക്കുമ്പോൾ നിങ്ങൾ ചൂടുള്ളതാണ്, അപ്പോൾ ഒരുപാട് നേരം നമ്മൾ ടച്ച് ചെയ്യരുത് കേട്ടോ. ആ ഷീറ്റ് വലിഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് പോകും. അപ്പോൾ ഈ ഒരു ഗ്ലൂ ഇങ്ങനെ വലിഞ്ഞ് വരുന്നതൊക്കെ നമുക്ക് അടർത്തി കളയാൻ എളുപ്പമാണ് കേട്ടോ. ജസ്റ്റ് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്കത് നൂല് പോലെ ഇങ്ങനെ വലിച്ച് കളയാനും പറ്റും.
അപ്പോൾ അതൊന്നും നിങ്ങൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പെട്ടെന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അതിൻ്റെ ബാക്കിൽ നമ്മൾ സ്റ്റെം ഒട്ടിച്ചിട്ടുണ്ട്. B7000 ആകുമ്പോൾ ഈ ഡബിൾ ലെയറൊക്കെ ചെയ്യാൻ കുറച്ച് ടൈം നമ്മളിങ്ങനെ പിടിച്ചു വെക്കണം. അപ്പോൾ എല്ലാവരും ജാസ്മിൻ ഫ്ലവർ മേക്ക് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസത്തെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.